പ്രിയരാഗങ്ങൾ പൂകാൻ ഞാനും വന്നിതാ ഇന്നീ വേദിയിൽ. എന്താ ഒറ്റയ്ക്ക്? അച്ഛന്റെ ഗുണ്ടകൾ വന്നിട്ടില്ലേ? ഐ എം സോറി. എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. മഹാറാണി പോണം. പ്ലീസ് നിൽക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിൽക്കൂ. കുട്ടി കുട്ടി എന്ത് പറ്റി? കാല് തെറ്റി വീണതാ. ഒരു പാറമേൽ പോയി തലയിടിച്ചു. ബോധമില്ല. പേടിക്കണ്ട, കുട്ടി ഒന്ന് വീണതാ. വിനുവാണ് ഇവിടെ കൊണ്ടുവന്നത്. സാരമില്ല, മുറി വെച്ചിട്ടാൽ പോകാം. മാലിനിയെ കാണുന്നില്ലല്ലോ. അവൾ എവിടെ പോയതാ? പിള്ളേരെവിടെ? അവരിവിടെ ഉണ്ട്. അവരോട് ചോദിച്ചിട്ട് അവർക്കറിയില്ലെന്ന് പറയുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ അവക്ക് വലിയ വിഷമമാണ്. എന്തോ ജീപ്പ് എടുക്ക. വിനു എന്നോട് ക്ഷമിക്കണം. ഒരു തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാനല്ലാതെ തിരുത്താൻ ശ്രമിക്കാത്ത ചുറ്റുപാടിൽ ഒരു ബോർഡിംഗ് സ്കൂളിൽ വളർന്നവളാണ് ഞാൻ. പണത്തിന്റെയും പ്രതാപത്തിന്റെയും പേരിൽ എനിക്കെല്ലാവരോടും പുച്ഛമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത്. വിനു മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. വിനു എന്താ ഒന്നും മിണ്ടാത്തത്? മനസ്സ് നിറയെ പകയും എന്നോട് ദേഷ്യമാണെന്നറിയാം. എങ്കിലും എനിക്ക് കുട്ടിയോട് യാതൊരു ദേഷ്യമില്ല. എന്നാൽ ഈ കുട്ടികളെ ഒന്ന് നിർത്തരുതോ? പിന്നെ എന്താ വിളിക്കേണ്ടത്? മഹാറാണി വിളിക്കട്ടെ? മഹാരാജാവെന്ന് ഞാനും തിരിച്ചു വിളിക്കാം. അപ്പൊ പിന്നെ വെറുതെ വഴക്കിന് വരരുത്. പിന്നെന്താ വിളിക്കേണ്ടത്? കട്ടുറുമ്പിന്ന് വിളിച്ചോളൂ. എനിക്കിഷ്ടമാണ്. പിന്നെ ആദ്യം വിളിച്ചപ്പം ചൂടായതോ? ഇപ്പോഴല്ലേ ഇഷ്ടമായത്. ശരി, കട്ടുറുമ്പേ വാ. എന്റെ മകളെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ധൈര്യം നിനക്കുണ്ടായില്ലടാ. ഇന്നോടെ നിന്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. അരുതച്ഛ, എന്നെ ആരും പിടിച്ചോണ്ട് വന്നതല്ല. വഴിയിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ
ബിനുവാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് ഏറ്റതും. അല്ലാതെ ബിനു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീപ്പിൽ കയറടി.